നമസ്കാരം. രേണു സുധി ഒരു ഫാഷൻ മോഡലും ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററും ഇൻഫ്ലുവൻസറുമാണ്. സ്വന്തമായുള്ള യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും രേണു പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. ലക്ഷ്മി നക്ഷത്രയാകട്ടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ടെലിവിഷൻ അവതാരകയും യൂട്യൂബറുമാണ്. സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിലൂടെ ലക്ഷ്മി ലക്ഷക്കണക്കിന് ആരാധകരെ നേടി. ഇവര് രണ്ടുപേരുമായിരുന്നു ഒരു സമയത്ത് സോഷ്യൽ മീഡിയ കത്തിച്ച താരങ്ങൾ. കൊല്ലസുധിയുമായി അടുത്ത ആത്മബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു ലക്ഷ്മി നക്ഷത്ര. സുധിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സാമ്പത്തികമായും മാനസികമായും ലക്ഷ്മി നക്ഷത്ര നൽകിയ പിന്തുണയെക്കുറിച്ച് സുധിയുടെ ഭാര്യ രേണു തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. സുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് ലക്ഷ്മി നക്ഷത്ര. സുധിയുടെ മണമുള്ള ഒരു പെർഫ്യൂം ലക്ഷ്മി നക്ഷത്ര ദുബായിലെ ഒരു പെർഫ്യൂം മേക്കറുടെ സഹായത്തോടെ തയ്യാറാക്കി രേണുവിന് നൽകിയിരുന്നു. പെർഫ്യൂം തയ്യാറാക്കുന്നതും അത് രേണുവിന് നൽകുന്നതുമെല്ലാം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി നക്ഷത്ര പുറത്തുവിടുകയും ചെയ്തു. രേണുവിന്റെ ആഗ്രഹപ്രകാരമാണ് ലക്ഷ്മി ഇക്കാര്യം ചെയ്തതെങ്കിലും വലിയ തോതിലുള്ള വിമർശനമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒരു വശത്ത് വലിയ രീതിയിൽ ഉയർന്നപ്പോഴും അതൊന്നും അതിനോട് പ്രതികരിക്കാൻ ലക്ഷ്മി നക്ഷത്ര തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ ആദ്യമായി തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ആ വിഷയത്തിൽ താരം ആദ്യമായി പ്രതികരിക്കുകയാണ്. ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ പെർഫ്യൂം ബിസിനസ് ആയിരിക്കും ആരംഭിക്കുകയെന്നാണ് ലക്ഷ്മി നക്ഷത്ര പറയുന്നത്. രേണു പറഞ്ഞ ആഗ്രഹം സുധിച്ചേട്ടന് വേണ്ടി നടപ്പാക്കി കൊടുക്കുകയായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത്. ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പെർഫ്യൂം ബിസിനസ് ആയിരിക്കും നടത്തുക. കാരണം മാർക്കറ്റിംഗ് സൈഡിൽ 10 രൂപ ചിലവാക്കാതെ നല്ല രീതിയിൽ ബിസിനസ് പിടിക്കാമെന്ന് ഒറ്റ പെർഫ്യൂം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ പെർഫ്യൂം പോലും അടിക്കാറില്ല, പെർഫ്യൂം ഉപേക്ഷിച്ചു. എന്തായാലും ബിസിനസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് പെർഫ്യൂം തന്നെ ആയിരിക്കും. ചില മിക്സിംഗ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി നക്ഷത്ര ഇത് വ്യക്തമാക്കി. രേണു പറഞ്ഞൊരാഗ്രഹം സുധിച്ചേട്ടന് വേണ്ടി കൂടി ആയതുകൊണ്ട് ഞാൻ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിരുന്നു. പക്ഷേ ഒരു നാണയത്തിന് 2 വശമുണ്ടെന്ന് പറയുന്നത് പോലെ പോസിറ്റീവായിട്ട് പറഞ്ഞവരുമുണ്ട്, അതിലേറെ നെഗറ്റീവ് പറഞ്ഞവരുമുണ്ട്. രേണുവാണ് പെർഫ്യൂം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റെഫറൻസ് എനിക്ക് തന്നത്. ഇന്ന വ്യക്തിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും, ചിന്നു അതൊന്ന് എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അവർ ചില വ്യക്തികളോട് നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് നടന്നിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു. മരിച്ച ഒരാൾക്ക് വേണ്ടി സ്വന്തം ഭാര്യ ഒരു ആഗ്രഹം പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കേണ്ടേ എന്ന ആഗ്രഹത്തോടെയാണ് അത് ചെയ്തത്. ദുബായിലേക്ക് വന്നത് 2 പെട്ടിയുമായിട്ടാണ്. അതിലൊരു പെട്ടിയിൽ പുള്ളിയുടെ ഷർട്ട് മാത്രമായിരുന്നു. അത്രയും പവിത്രതയോടെയാണ് ചെയ്തത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയായിരുന്നു. എന്നാൽ നഷ്ടപ്പെടലൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാകുകയുള്ളൂ. ഇതൊക്കെയാണ് ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ തുറന്നു പറയുന്നത്. എന്തൊക്കെയായാലും സോഷ്യൽ മീഡിയ കുറച്ചു ദിവസങ്ങളായി തേടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുന്നത്.